നമസ്കാരം. വേൾഡ് IBS ഡേ ഈ മാസം 19-നാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അഥവാ IBS എന്ന അസുഖത്തെ പറ്റിയുള്ള ഒരു അവബോധം ജനങ്ങൾക്ക് പകർന്നു നൽകുവാനും ഈ അസുഖത്തെ പറ്റിയുള്ള സ്റ്റിഗ്മ കളയുവാനുമാണ് ഈ ദിവസം മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് തുടങ്ങിയത് 2019 ഏപ്രിൽ 19-നാണ്. ബവൽ എന്നാൽ കുടലിൻ്റെ പ്രവർത്തനത്തിലെ ചെറിയ ഒരു വൈകല്യം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കാണ് നമ്മൾ IBS എന്ന് പറയുന്നത്. വളരെ സാധാരണയായി കാണുന്ന ഒരു രോഗമാണിത്. ഗ്യാസ്ട്രോളജി OPയിൽ ഏകദേശം 50 മുതൽ 60% വരെ രോഗികൾക്ക് ഇത് നമ്മൾ കാണുന്നു. വിദേശത്താണെങ്കിൽ കൂടുതൽ സ്ത്രീകൾക്കാണ് ഇത് കണ്ടുവരുന്നത്. ഇന്ത്യയിലാണെങ്കിൽ അത് കൂടുതൽ പുരുഷന്മാർക്കും. സമൂഹത്തിൽ 10% ആളുകൾക്കെങ്കിലും IBS ഉണ്ടെന്നാണ് കണക്ക്. കൂടെ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നൽ, പോയാലും മലം മുഴുവനും പോയിട്ടില്ല എന്ന് തോന്നൽ, വയറുവേദന, വയറുവീർക്കൽ എന്നിവ ഉണ്ടാകാം. കഴിഞ്ഞ 3 മാസമായി ആഴ്ചയിലൊരിക്കൽ വയറുവേദന അനുഭവപ്പെട്ടാൽ, മലശോധനയോട് അനുബന്ധിച്ചാണെങ്കിൽ മലശോധനയുടെ ഫ്രീക്വൻസിയിലോ അല്ലെങ്കിൽ മലത്തിൻ്റെ അപ്പിയറൻസിലോ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ IBS ആയിരിക്കാം. മലത്തിൽ രക്തം കാണുകയില്ല, പക്ഷേ കഫം ഉണ്ടാകാം. ചില രോഗികളിൽ മലശോധന കൂടുതലായിരിക്കും, അതേസമയം വേറെ ചിലർക്ക് ഇത് കുറവായിരിക്കും. ചിലർക്ക് ഈ മലശോധന കൂടിയും കുറഞ്ഞും വരാം. അങ്ങനെ രോഗി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അസുഖത്തിന് ക്യാൻസർ, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, അൾസർ, ലിംഫോമ മുതലായ അസുഖങ്ങളുമായി ബന്ധമൊന്നുമില്ല. നിരുപദ്രവമാണെങ്കിലും ഒരു ശല്യക്കാരനായ ഈ അസുഖത്തെ പറ്റിയും ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്നും ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന മറ്റ് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഏതെല്ലാം എന്നും ഇതിൻ്റെ ചികിത്സ, ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചും നമുക്കിന്ന് കൂടുതൽ മനസ്സിലാക്കാം. നമസ്കാരം. IBSൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മലശോധനയുടെ വ്യതിയാനത്തോടൊപ്പം വയറിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, വയറുവേദന ഇവയാണ് പ്രധാന ലക്ഷണം. ഇക്കൂട്ടരിൽ മലശോധനയ്ക്ക് ശേഷം ഈ വയറുവേദനയോ വയറിനുള്ള അസ്വസ്ഥതയോ കുറഞ്ഞു വരികയും ചെയ്യുന്നത് മറ്റൊരു സിംറ്റമാണ്. ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ IBSനെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. IBS-D അഥവാ ഡയറിയ പ്രിഡോമിനന്റ് ടൈപ്പ്. ഇക്കൂട്ടർക്ക് വയറുവേദനയോടൊപ്പം വയറിളക്കം അഥവാ കൂടുതൽ തവണ പോകുന്നത് ശ്രദ്ധിക്കപ്പെടാറുണ്ട്. IBS-C അഥവാ കോൺസ്റ്റിപ്പേഷൻ പ്രിഡോമിനന്റ് ടൈപ്പ് ഉള്ളവരിൽ മലബന്ധമാണ് വയറുവേദനയോടൊപ്പം ഉണ്ടാവുക. ഇങ്ങനത്തെ സിംറ്റംസ് ഇടകലർത്തി ഡയറിയയും കോൺസ്റ്റിപ്പേഷനും ഇടകലർന്നുണ്ടാവുന്നവരിൽ മിക്സഡ് ടൈപ്പ് എന്നും പറയുന്നു. ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ആഴ്ചയിൽ 1 പ്രാവശ്യമോ മാസത്തിൽ 2-3 പ്രാവശ്യമോ ഉണ്ടാവുകയും 2-3 മാസത്തിൽ ഏറെയായി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ആണ് നമ്മൾ IBS ഡയഗ്നോസ് ചെയ്യുന്നത്. നമസ്കാരം. IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നത് ഫലപ്രദമായി ചികിത്സിച്ചു നിർത്താവുന്ന ഒരു രോഗാവസ്ഥയാണ്. എങ്കിലും IBS പോലെയുള്ള രോഗലക്ഷണങ്ങൾ മറ്റു ചില പ്രശ്നക്കാരായ രോഗങ്ങളിലും കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് കുടലിൻ്റെ ആർബുദം, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അഥവാ കുടലിന് വീക്കമുണ്ടാക്കുന്ന അസുഖം, കുടലിന് വരുന്ന ട്യൂബർകുലോസിസ്, സീലിയാക് ഡിസീസ് തുടങ്ങിയവ ഇതിൽ ചിലതാണ്. ഇത്തരം അസുഖങ്ങളെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൽ നിന്ന് തിരിച്ചറിയുന്നതിന് കുറച്ച് അപായ സൂചനകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ അലാം സിംറ്റംസ് ഏതാണെന്ന് നോക്കാം. 1. 45 വയസ്സിന് ശേഷമുള്ള ഒരാളിലാണ് ആദ്യമായി ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള രോഗലക്ഷണങ്ങൾ കാണുന്നതെങ്കിൽ പ്രത്യേക ശ്രദ്ധ വേണം. 2. IBS പോലെയുള്ള രോഗലക്ഷണങ്ങളുമായി വരുന്ന ഒരാളുടെ കുടുംബത്തിൽ പാരമ്പര്യമായി ക്യാൻസർ, കുടൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 3. വയറിളക്കമോ IBS രോഗലക്ഷണങ്ങളോ ആയി വരുന്ന ഒരാൾക്ക് അമിതമായ തൂക്കക്കുറവ് അഥവാ വെയിറ്റ് ലോസ്, രക്തക്കുറവ് അനീമിയ, മലത്തിൽ രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥ അഥവാ ബ്ലഡ് ലോസ്, കൂടാതെ വയറ്റിൽ മുഴ കാണുക അല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ അമിതമായി വയറിളക്കം ശല്യമുണ്ടാവുക. ഇതെല്ലാം നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും വിദഗ്ധ ചികിത്സ എടുക്കുകയും ചെയ്യേണ്ട രോഗലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നു. നന്ദി. നമസ്കാരം. വളരെയധികം രോഗികൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. എന്നാൽ ഭക്ഷണരീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് വഴിയും കൃത്യമായ വ്യായാമ മുറകൾ വഴിയും നമുക്ക് ഈ രോഗാവസ്ഥയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. ചില ഭക്ഷണസാധനങ്ങൾ ഈ രോഗത്തെ വർദ്ധിക്കുന്നതിന് കാരണമാക്കാം. ഞാൻ എൻ്റെ രോഗികളോട് സ്ഥിരമായി പറയുന്ന ഒന്നുണ്ട്, ഒരു ഫുഡ് ഡയറി കയ്യിൽ വയ്ക്കുക. വീണ്ടും പ്രശ്നം വരുമ്പോൾ അതിനു മുൻപ് കഴിച്ച 6 മണിക്കൂർ നേരം കഴിച്ച എല്ലാ ഭക്ഷണ സാധനങ്ങളും എഴുതി വയ്ക്കുക. വീണ്ടും ഒരേ സാധനം കഴിക്കുമ്പോൾ പ്രയാസം വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കുക. ഗോതമ്പിൻ്റെയോ മൈദയുടെ സാധനങ്ങൾ, പാല് കൊണ്ടുണ്ടാക്കിയ മറ്റു ഉൽപ്പന്നങ്ങൾ
ഇവയെല്ലാം ഈ രോഗാവസ്ഥയെ വർദ്ധിക്കുന്നതിന് കാരണമാക്കിയേക്കാം. കൃത്യമായ വ്യായാമം എല്ലാ ദിവസവും ചെയ്യുന്നത് വഴിയും ഈ രോഗം നിയന്ത്രിക്കാൻ സാധിക്കും. കൂടാതെ യോഗ മുതലുള്ള വ്യായാമങ്ങളും മെഡിറ്റേഷൻ അഥവാ ധ്യാനം കുറച്ചു നേരം ചെയ്യുന്നതും ഇതിനെ സഹായിക്കും. ലോ ഫോഡ്മാപ്പ് ഡയറ്റ് എന്ന് പറഞ്ഞ് ചില ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണെങ്കിലും അത് ദീർഘകാലം പരീക്ഷിക്കുന്നത് പലപ്പോഴും മലയാളികൾക്ക് സാധ്യമാവുകയില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കൃത്യമായ ഭക്ഷണമുറകളും വ്യായാമ രീതികളും വഴി നമുക്ക് ഈ രോഗത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നന്ദി. നമസ്കാരം. നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിൻ്റെ ചികിത്സയെ പറ്റിയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ രോഗലക്ഷണങ്ങളെ പറ്റി നമ്മളൊരു വിവരണം ഡോക്ടർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം മലബന്ധമാണോ, അതുപോലെ വയറിളക്കമാണോ, അതോ രണ്ടും കൂടെ ചേർന്നാണോ, വയറുവേദനയാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇതനുസരിച്ചിട്ടുള്ള കുടലിൻ്റെ അനക്കം കുറയ്ക്കാനും നമുക്ക് അതേസമയം മലബന്ധമാണെങ്കിൽ അത് കൂട്ടാനും പറ്റുന്ന രീതിയിലുള്ള മരുന്നുകൾ നൽകാവുന്നതാണ്. വളരെ ചെറിയ ശതമാനം ആൾക്കാരിൽ ചിലപ്പോൾ മാനസിക സമ്മർദ്ദം ഒരു വലിയ ഫാക്ടർ ആയിരിക്കുന്നതിനാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള മരുന്നുകളും ഇതിന് വളരെ ഫലപ്രദമാണ്. രോഗികൾ പ്രധാനമായി ചെയ്യേണ്ടത് രോഗലക്ഷണങ്ങളുടെ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഡയറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ചികിത്സ നമുക്ക് ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. ഫലപ്രദമായ രീതിയിൽ ചികിത്സിച്ചാൽ ഇതിന് വളരെ നോർമലായിട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്ന ഒരു കണ്ടീഷനാണ്. അശാസ്ത്രീയമായ ചികിത്സകൾക്കും ഹെർബൽ റെമഡീസിനും പരമാവധി പോകാതിരിക്കുന്നതായിരിക്കും ഈ അസുഖത്തിനുള്ള ചികിത്സയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നന്ദി.